എവിടുന്ന് വരും അമ്മ? കല്ലമ്പലം നാവായിട്ടുള്ള. ഇവിടെ എന്തിനാ വന്നേ? ഞങ്ങളിത് കാണാന്ന് പറഞ്ഞു വന്ന്. സൂര്യകാന്തി കണ്ടോ? കണ്ടു, പക്ഷെ തൃപ്തിയായില്ല, കുറച്ചേ ഉള്ളു. അതുകൊണ്ടൊരിതില്ല. 3-4 ഏക്കറിലുണ്ടായിരുന്നെങ്കിൽ നല്ല ഇതായിട്ട് നിന്ന് കാണാമായിരുന്നു. നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, ഒരു സന്തോഷമായില്ല. പീതവർണ്ണ ശോഭയാൽ കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന സൂര്യകാന്തി പാടം തേടി ഇത്തവണ ആരും ആര്യങ്കാവ് ചുരം കയറേണ്ടതില്ല. മലയാളികളുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം പകരാൻ തമിഴകത്തിൽ സൂര്യകാന്തി പൂത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പേരിന് മാത്രമാണ് സൂര്യകാന്തി കൃഷി. കഴിഞ്ഞ തവണ സൂര്യകാന്തി കൃഷി നഷ്ടക്കച്ചവടമായതോടെയാണ് ഇത്തവണ കാഴ്ചക്കാർക്ക് മാത്രമായി ചെങ്കോട്ടയിലെ ചുരുക്കം സ്ഥലങ്ങളിൽ സൂര്യകാന്തി നട്ടിട്ടുള്ളത്. സാമ്പർ വടകരയിലെ വണ്ണാംകുളം ഭാഗത്തെ ചെടികൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പൂത്തു തുടങ്ങിയിട്ടുള്ളത്. വണ്ണാംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 10 ഏക്കറിൽ മാത്രമാണ് ഇത്തവണ സൂര്യകാന്തി കൃഷി. സാധാരണഗതിയിൽ ചെങ്കോട്ട, സാമ്പർ വടകര, ആയിക്കുടി, സുന്ദരപാണ്ഡിപുരം, ചുരണ്ട ഉൾപ്പെടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ റോഡരികിൽ തന്നെ സൂര്യകാന്തി ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ തവണ സൂര്യകാന്തി വിത്തിനുണ്ടായ ഫംഗസ് ബാധ എണ്ണ ഉൽപ്പാദനത്തെ കാര്യമായി ബാധിച്ചു. അതിനാൽ തന്നെ സൂര്യകാന്തി നട്ടവർക്കും നഷ്ടമായിരുന്നു. போன வருஷம் நல்ல நிறைய ஆட்கள் வந்தது, நல்லா வியாபாரம் ஓடிச்சு. இந்த வருஷம் வியாபாரமும் இல்லை, ஆட்களும் வரல. எல்லா இடமும் கொஞ்சம் கொஞ்சம் இருக்குது. அடுத்தால் இன்னும் பார்க்க வர ஆட்களும் கம்மி, எங்களுக்கும் வியாபாரம் கம்மி. ഇതേ തുടർന്ന് ഇത്തവണ സൂര്യകാന്തി പൂത്തിരുന്ന സ്ഥലങ്ങളെല്ലാം ചോളത്തിനും കൊച്ചുള്ളിക്കും പച്ചമുളകിനും തക്കാളിക്കും വഴിമാറി. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മലയാളികളെ ഒന്നടങ്കം കൊതിപ്പിച്ച സൂര്യകാന്തി ഇത്തവണ പേരിന് മാത്രമായി മാറി. സൂര്യകാന്തിപ്പാടം പ്രതീക്ഷിച്ചെത്തുന്ന സഞ്ചാരികൾക്ക് പാടത്തേക്കിറങ്ങുവാൻ കർഷകർ ഇത്തവണയും തുക വാങ്ങുന്നുണ്ട്. പണം നൽകി തുച്ഛമായ സ്ഥലത്തെ സൂര്യകാന്തിപ്പാടം കണ്ട് മടങ്ങുകയേ ഇത്തവണ വഴിയുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് സുഫിയാൻ മുജീബ്. അപ്പം നമ്മൾ കല്ലമ്പലം നാവായിക്കുളത്തു നിന്ന് വരുവാണ് സൂര്യകാന്തി പടം കാണാനായിട്ട്. ഇവിടെ വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫോട്ടോയിലൊക്കെ ഇഷ്ടം കണക്കിന് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ആയിട്ട് കാർ പാർക്കിങ്ങിനായിട്ട് അവർ 100 രൂപ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമ്മൾ വന്നപ്പോൾ ഇത്ര ഉള്ളൂ. എൻ്റെ വാപ്പിയുടെ ഫ്രണ്ടൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇഷ്ടം കണക്കിന് ഫുള്ളും ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. മുൻ സീസണിൽ സൂര്യകാന്തി തോട്ടത്തിൽ ഫോട്ടോ എടുക്കാനും വിവാഹ ഷൂട്ടിങ്ങിനുമായി എത്തുന്നവരുടെ തിരക്കുണ്ടായിരുന്നു. ഇത്തവണ കൂടുതൽ സ്ഥലത്തും ചോളകൃഷിയാണ്. നമ്മൾ നല്ല പ്രതീക്ഷയോടെ വന്നതാ ഇത് കാണാൻ വേണ്ടി. വന്നപ്പോൾ നല്ല നിരാശയായി പോയി. അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു, കുറച്ചൊക്കെ ഉള്ളായിരുന്നു. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ തിരിച്ച്. അറിയില്ല, ഇനിയിപ്പോ ഇതും വരുമ്പോ ഇനിയിപ്പോ ഇതും ഇല്ലാതാവോ എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പൊ ഉള്ളത്. ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ഇത്രയേ ഉള്ളൂ, വേറെ സ്ഥലം ഉണ്ടോ നമ്മൾ ചോദിച്ചു. അപ്പം പറഞ്ഞു നഷ്ടവാ, ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് ഇപ്പൊ പറഞ്ഞു. നമ്മളിത് പ്രതീക്ഷയല്ല വന്നത്, കുറെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയല്ല വന്നേ. നിരാശയായി പോയി. ഇത്രയും ദൂരം വന്നു, 2-3 മണിക്കൂർ വേസ്റ്റ് ആയിട്ടാ നമ്മൾ വന്നേ. മക്കച്ചോളം, നാട്ടുചോളം തുടങ്ങിയവയാണ് അധികവും കൃഷി ചെയ്യുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.